വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി തൈരും പച്ചരിയും ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും ഈസിയായി ഉണ്ടാക്കാവുന്ന ചോറിൻ്റെ ഒപ്പം ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു കറിയാണ്. ഈ കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായിട്ടാണ്. പക്ഷേ അവരതിനകത്ത് ബേസൻ അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പച്ചരി ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ ആദ്യം പറയാം. ബസ്മതി റൈസ് അല്ലെങ്കിൽ പച്ചരി 3 ടേബിൾ സ്പൂൺ, 1 കപ്പ് തൈര്, 1 ടീസ്പൂൺ നല്ല ജീരകം, വറ്റൽമുളക് 2 എണ്ണം. ജീരകവും വറ്റൽമുളകും നമ്മൾ കടുക് പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6-7 പച്ചമുളക്, കറിവേപ്പില, ഓയിൽ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം തന്നെ ഇവിടെ ബസ്മതി റൈസ് അല്ലെങ്കിൽ പച്ചരി ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ ബസ്മതി റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ഫ്ലേവറും കൂടെ കിട്ടും. അതുകൊണ്ടാണ് ബസ്മതി റൈസ് ഉപയോഗിച്ചത്. പച്ചരി ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞു കിട്ടണം. അധികം വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇത്തിരി തരിതരിയായിട്ട് കിടന്നാലും കുഴപ്പമില്ല, പക്ഷെ നല്ലോണം അരിഞ്ഞു കിട്ടണം. അപ്പോൾ ഇതാ അരിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ആദ്യം തന്നെ വേറൊരു മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. തൈര് അടിച്ചെടുത്തതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയൊക്കെ അരച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ആ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാ മസാലപ്പൊടികളും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ഇതിനകത്ത് ചേർക്കുക. ജീരകവും വറ്റൽമുളകും ഇതിനകത്ത് ചേർക്കേണ്ട, അത് നമ്മൾ പൊട്ടിക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ ജീരകവും വറ്റൽമുളകും ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. ഇതിലേക്ക് തൈരും അരിയും കൂടെ അരച്ചു വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാവുന്നതാണ്. കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് തിക്കാവും, അരിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട്. ഇതിലിനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ തിളപ്പിക്കാൻ പോവാണ്. അപ്പോൾ തൈര് തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും. അപ്പോൾ അത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ എടുക്കാതെ നല്ലോണം ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നല്ലോണം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ക്രീം കളറിൽ നിന്ന് നമ്മളുടെ മഞ്ഞ കളറിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ മസാലപ്പൊടികളും തൈരും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം. കാരണം ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്കാവുന്ന ഒരു കറിയാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ തൈര് പൊട്ടിപ്പോയിട്ടില്ല, പിരിഞ്ഞിട്ടില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടാണ്. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കുത്ത് ഇഷ്ടമല്ലെങ്കിൽ, ആ ഒരു ടേസ്റ്റ് കൂടുതൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ, അത് വെളുത്തുള്ളി ഒരെണ്ണമായിട്ടോ ഇഞ്ചി വളരെ ചെറിയൊരു കഷ്ണമായിട്ടോ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. എനിക്കിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും ആ ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അത്രയധികം ചേർത്തത്. അതായത് 4 എണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മളുടെ വയറിനും അസിഡിറ്റിക്കും ഗ്യാസ്ട്രിക് ട്രബിൾ പോകാനൊക്കെ അത് ബെസ്റ്റ് ആയതുകൊണ്ടാണ് കൂടുതൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. പച്ചക്കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഒഴിച്ചുകറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കണേ.